ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്നതിൻ്റെ 21ാമത്തെ ലെസനാണ് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ പല പല അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ബ്രേക്ക് ഔട്ട് സിനാരിയോസ് വരുന്ന സമയങ്ങളിൽ നമുക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ട് മാർക്കറ്റിനെ ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ലെക്ചറാണിത്. അപ്പോൾ ഇതൊരു എൻട്രി കമ്പൈൻഡ് ലെക്ചർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് എൻട്രി ഫോർമേഷൻസ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു ഓർഡർ ബ്ലോക്ക്, അല്ലേ, ഫെയർ വാല്യൂ ഗ്യാപ്പ്, മിറ്റിഗേഷൻ ബ്ലോക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുന്ന ഏരിയ എപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇമീഡിയറ്റ്ലി നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരുന്ന ഒരു ലെസനാണ്. അപ്പോൾ അവസാനം വരെ കാണുക. നമ്മൾക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ ദ മോർ യു ലേൺ ദ മോർ ഓപ്പർച്യൂണിറ്റി യു സീ ഇൻ ദ മാർക്കറ്റ് എന്നാണ്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓഫറിംഗ് ഫെയർ വാല്യൂ ഓർ സീക്കിംഗ് ലിക്വിഡിറ്റി, ദ കൺസെപ്റ്റ് ഓഫ് ഓഫറിംഗ് ഫെയർ വാല്യൂ ഓർ സീക്കിംഗ് ലിക്വിഡിറ്റി. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഒരു ലോയിൽ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ബൈ സൈഡ് എന്ന് പറയുന്നത്, അല്ലേ, ബയേഴ്സ് ഗെറ്റിംഗ് ഇൻവോൾവ്. അപ്പോൾ പ്രൈസ് താഴോട്ട് വരുമ്പോഴത്തേനും ഇറ്റ് ഇസ് കോൾഡ് സെൽ സൈഡ്, അല്ലേ, പ്രൈസ് താഴോട്ട് വരുമ്പോൾ സെൽ സൈഡിലേക്ക് പോകുന്നു. അപ്പം ഇവിടെ ഈ ഒരു പ്രൈസ് ലേക്കിനകത്ത് ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ട് പൊസിഷനിൽ നിൽക്കുന്നത് ഈ ബൈ സൈഡിൽ നിൽക്കുമ്പോൾ? ബിക്കോസ് ബയേഴ്സ് ഓൺലി ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്, അല്ലേ. സെല്ലേഴ്സ് ഉണ്ട്, സെല്ല് ചെയ്യുമ്പോഴാണ് അവർ വരുന്നത്. പക്ഷേ ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ ആരുടെയാണ്? ബയേഴ്സിൻ്റെയാണ് ഇവിടെ വരെ നിൽക്കുമ്പോഴത്തേനും, അല്ലേ. അപ്പം ബയേഴ്സ് ഗോട്ട് ദ ഫെയർ വാല്യൂ, അല്ലേ, അവർക്ക് ഒരു ഫെയർ വാല്യൂ കിട്ടി. ബട്ട് സെല്ലേഴ്സിന് ഇവിടെ ഫെയർ വാല്യൂ കിട്ടിയോ? ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസണബിൾ പ്രൈസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ല. അപ്പം ഇവിടെ മാർക്കറ്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രൈസ് താഴേക്ക് പുൾ ബാക്ക് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് ആർ ഓൾസോ ഗെറ്റിംഗ് എ ഫെയർ ചാൻസ് ടു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ്. മനസ്സിലായോ? സെല്ലേഴ്സിനും മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഫെയർ പ്രൈസ് ഓഫർ ചെയ്യുന്ന മൂവ്മെൻ്റ് ആണ് ഈ സെൽ സൈഡിലേക്ക് മാർക്കറ്റ് വരുന്നത്. ഇനി പ്രൈസ് താഴെ നിന്ന് പ്രൈസ് നേരെ ഇവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സെല്ലേഴ്സിന് ഇവിടെ ഒരു ഫെയർ ചാൻസ് ടു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ് ഓൾറെഡി കൊടുത്തു, അല്ലേ. അപ്പം ഈ ഏരിയയ്ക്ക് നമ്മൾ പറയുന്നതാണ് മാർക്കറ്റ് ഒരു ഫെയർ, ഇവിടെ ഇറ്റ്സ് ഓൾറെഡി ഓഫേർഡ് എ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ബിക്കോസ് പ്രൈസ് താഴോട്ട് വന്ന് അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട്, ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ഓൾറെഡി ഓഫേർഡ് എ ഫെയർ വാല്യൂ, റൈറ്റ്. ആ കൺസെപ്റ്റ് അവിടെ വരെ ക്ലിയർ ആയല്ലോ. സോ പ്രൈസ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ആക്ച്വലി പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോയെന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ മുകളിലേക്ക് പ്രൈസ് ഓൾറെഡി ഹയർ പ്രൈസസിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ ഓൾറെഡി പ്രൈസ് ഫെയർ വാല്യൂ ഓഫർ ചെയ്തിട്ടുണ്ട്, അല്ലേ. ഈ ഒരു പുൾ ബാക്ക് സിനാരിയോയിൽ ഓൾറെഡി ഫെയർ പ്രൈസ് അവിടെ സെല്ലേഴ്സിന് ഓഫർ ചെയ്തു. അപ്പോൾ ഇനി ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഫെയർ വാല്യൂ ഓഫർ ചെയ്യാത്ത ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഫെയർ വാല്യൂ ഓഫർ ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത്. സോ നൗ ഈ ഏരിയയിൽ ഫെയർ വാല്യൂ ഓഫർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് പ്രൈസിന് ടു വാട്ട് എക്സ്റ്റെൻഡ് പ്രൈസ് ക്യാൻ കം ഡൗൺ, ഏത് ലെവൽ വരെയും പ്രൈസിന് താഴേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ സ്വിംഗ് ഹൈ വരെയുള്ളതാണ് ഫെയർ വാല്യൂ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസിന് താഴേക്ക് വരാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പം വെൻ ദ പ്രൈസ് ഇസ് പുള്ളിംഗ് ബാക്ക് ടു ദിസ് ലെവൽ അഗെയിൻ ദ മാർക്കറ്റ് ഹാസ് ഓഫേർഡ് എ ഫെയർ വാല്യൂ ഫോർ ദ സെല്ലേഴ്സ് ടു ഗെറ്റ് ഇൻ ടു. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പ്രൈസ് ഇവിടെ വന്ന് നമുക്ക് ഫെയർ വാല്യൂ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രൈസിന് നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ അടുത്ത ഏരിയയിലേക്ക് പോകാൻ പറ്റും. അപ്പം ഇതിനും ഈ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫെയർ വാല്യൂ ഓഫർ ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? അടുത്ത വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും, അല്ലേ. ഈ ഒരു ഏരിയ ആയിരിക്കും ഫെയർ വാല്യൂ ഓഫർ, ബിക്കോസ് നൗ ഫെയർ വാല്യൂ ഓഫർ ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പ്രൈസിന് ടു വാട്ട് എക്സ്റ്റെൻഡ് ഇറ്റ് ക്യാൻ കം ഡൗൺ ടു ദിസ് ലെവൽ, അല്ലേ. അപ്പോൾ ഇവിടം വരെ വരുന്നതാണ് പ്രൈസിൻ്റെ ഓഫറിംഗ് ഫെയർ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെ വരുമ്പോൾ സോ നൗ ഈ ഒരു നമ്മളുടെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം പ്രൈസ് ഇവിടെ വരെയും വന്നു എന്ന് വിചാരിക്കാം. പ്രൈസ് ഓഫർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ്, ഈ ഒരു ഇങ്ങനെ ഫെയർ വാല്യൂ ഓഫർ ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഏരിയയ്ക്ക്, അതായത് വൺസ് ഫെയർ വാല്യൂ ഓൺ ദ സെക്കൻഡ് ലെവൽ ഓഫർ ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മിറ്റിഗേഷൻ ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക് ഓർ ബ്രേക്കർ ബ്ലോക്ക്. ഇതെല്ലാം ഒരു പേര് തന്നെയാണ് പറയുന്നത്. ബിക്കോസ് നമ്മളിതെല്ലാം ഒരൊറ്റ കണ്ടക്ഷൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഏത് പേര് കേട്ട് കഴിഞ്ഞാലും സെയിം തിങ് ആണെന്ന് നമുക്ക് മനസ്സിലായാൽ മതി. മനസ്സിലായോ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് മൂന്നെണ്ണം ഒരൊറ്റ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത്. അതർവൈസ് നമുക്ക് ഇതെല്ലാം ഡിഫറെൻറ്റ് പേരിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനെ ഒത്തിരിയധികം ഡിസ്റ്റർബ് ചെയ്യും അങ്ങനെ ഒരു ആക്ടിവിറ്റി പോകുമ്പോൾ. സോ ഇറ്റ്സ് ഓൾ കോൾഡ് സെയിം നെയിം, ഡിഫറെൻറ്റ് നെയിംസ് ഇൻ എ സിംഗിൾ എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. മിറ്റിഗേഷൻ ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക് ഓർ ബ്രേക്കർ ബ്ലോക്ക്. സോ അങ്ങനെ ഫെയർ വാല്യൂ ഓഫർ ചെയ്തതിന് ശേഷം പ്രൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൈസ് റിട്രേസ് ചെയ്ത് വീണ്ടും അടുത്ത സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ദിസ് ഏരിയ ഈസ് കോൾഡ് മിറ്റിഗേഷൻ ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക് ഓർ ബ്രേക്കർ ബ്ലോക്ക്. സോ ഇവിടെ പ്രൈസ് നമ്മൾക്ക്
ഓഫറിംഗ് ഫെയർ വാല്യൂ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കിവിടെ സെൽ സൈഡിൽ മാത്രം ഫെയർ വാല്യൂ ഓഫർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രൈസ് ഇവിടെ ഫെയർ വാല്യൂ ഓഫർ ചെയ്തതിന് ശേഷം, ഓഫറിംഗ് ഫെയർ വാല്യൂവിന് ശേഷം എന്താണ് ചെയ്യുന്നത്? പ്രൈസ് മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് റൺ ഓൺ ലിക്വിഡിറ്റി. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ റൺ ഓൺ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഓഫർ ചെയ്തതിന് ശേഷം പ്രൈസ് ഒരു സൈഡിലേക്ക് പോകുന്നതിന്, അതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതിനാണ് റൺ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. വേറെ നമ്മൾ പ്രൈസ് താഴേക്ക്, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഒരു ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇവിടെ പ്രൈസ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഉള്ളി ഏരിയ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഒരു മുകളിലത്തെ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ അല്ലേ? ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക് ഫെയർ വാല്യൂ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ് ആയിട്ടുള്ളൂ. അപ്പം ഇവിടം വരെയാണ് ഫെയർ വാല്യൂ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് അല്ലേ? ഇതിൻ്റെ ഈ സ്വിംഗ് ഹൈയുടെ ടോപ്പ് പോർഷൻ വരെ. അപ്പം പ്രൈസ് ഇവിടെ വന്ന് ഈ ഓഫറിംഗ് ഫെയർ വാല്യൂവിൻ്റെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എന്താണ് നമ്മൾ സ്റ്റിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫെയർ വാല്യൂ ഓഫർ ചെയ്യാതെ പെൻഡിങ് ആയിട്ടുള്ളത്. സോ ഇഫ് ദ പ്രൈസ് ഈസ് പുള്ളിംഗ് ഡൗൺ, ഇങ്ങനെ താഴേക്ക് വരുവാണെന്ന് വിചാരിച്ചോ. സോ ഇങ്ങനെ താഴേക്ക് വരുവാണെങ്കിൽ വാട്ട് എക്സാക്ട്ലി മാർക്കറ്റ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പ്രൈസ് താഴേക്ക് വരുവാണെങ്കിൽ, ബിക്കോസ് ഇറ്റ് ഈസ് സീക്കിംഗ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സീക്കിംഗ് ലിക്വിഡിറ്റി ആൻഡ് സീക്കിംഗ് ലിക്വിഡിറ്റി ടു വാട്ട് എക്സ്റ്റെൻഡ്, അതാണ് കാര്യം. സീക്കിംഗ് ലിക്വിഡിറ്റി ടു വാട്ട് എക്സ്റ്റെൻഡ്? സീക്കിംഗ് ലിക്വിഡിറ്റി ടു ദ സ്വിംഗ് ലോ ഓർ സ്വിംഗ് ഹൈസ്, തിരിച്ചാണെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ താഴോട്ടാണെങ്കിൽ. സോ സീക്കിംഗ് ലിക്വിഡിറ്റി ടു സ്വിംഗ് ലോസ് ഇവിടുത്തെ ഇതിൽ ഈ ഒരു കൺസെപ്റ്റിൽ സ്വിംഗ് ലോസിലേക്കാണ് സീക്കിംഗ് ലിക്വിഡിറ്റി സ്വീക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് സീക്കിംഗ് ലിക്വിഡിറ്റി ടു സ്വിംഗ് ലോസ് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. സോ റൺ ഓൺ ലിക്വിഡിറ്റി ആൻഡ് സീക്കിംഗ് ലിക്വിഡിറ്റി, ഓഫറിംഗ് ഫെയർ വാല്യൂ, ഇത് രണ്ടും ഫെയർ വാല്യൂ ഓഫർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ടേംസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായോ? അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, വെൻ ബയേഴ്സ് ആർ ഗെറ്റിംഗ് ഫെയർ ചാൻസ് ടു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ്, നമ്പർ 1, ബയേഴ്സിന് മാത്രം ഫെയർ ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് സെല്ലേഴ്സിനും കൂടെ മാർക്കറ്റിലേക്ക് അവസരം ഒരുക്കുന്ന ഒരു സംഭവമാണ് സെൽ സൈഡിലേക്ക് മാർക്കറ്റിൻ്റെ റിട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ റിട്രേസ്മെൻറ്റ് വരുമ്പോൾ മാർക്കറ്റ് ഈസ് ഓഫറിംഗ് ഫെയർ വാല്യൂ. Now, once market is offering fair value, then it goes to the other side അല്ലേ? അപ്പം അതർ സൈഡിലേക്ക് പോകുമ്പോൾ റിമൈനിങ് പോർഷൻ ഇവിടെ എത്ര മാത്രം ഇത് കഴിഞ്ഞിട്ട് ഓഫർ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ ഇവിടെ പെൻഡിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പെൻഡിങ് ഏരിയ മാത്രം ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഓഫറിംഗ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. സോ ഓഫറിംഗ് ഫെയർ വാല്യൂവിന് ശേഷം പ്രൈസ് വന്നിരിക്കുന്ന സ്വിംഗ് ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റൺ ഓൺ ലിക്വിഡിറ്റി. കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. റൺ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, സപ്പോസ് ഇഫ് ആഫ്റ്റർ ഓഫറിംഗ് ഫെയർ വാല്യൂ ഓൺ ആൻ അൺമിറ്റിഗേറ്റഡ് ഏരിയ, നമ്മൾ ഇതിനെ ഓഫറിംഗ് ഫെയർ വാല്യൂ ശേഷം പ്രൈസ് താഴേക്ക് വീണ്ടും വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ടാർഗറ്റിംഗ് ദ സ്വിംഗ് ലോസ് ഫോർ വാട്ട്? ഇറ്റ് ഈസ് സ്വീക്കിംഗ് ലിക്വിഡിറ്റി എന്ന് നമുക്ക് പറയുന്ന കൺസെപ്റ്റ്. സീക്കിംഗ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ടാർഗറ്റിംഗ് ദ സ്വിംഗ് ലോസ്. ഇറ്റ് ഈസ് കോൾഡ് സീക്കിംഗ് ലിക്വിഡിറ്റി. സോ സ്വീക്കിംഗ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിനകത്ത് നമ്മൾ നോക്കുമ്പോൾ, സ്വീക്കിംഗ് ലിക്വിഡിറ്റിക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഈ ഓഫറിംഗ് ഫെയർ വാല്യൂവിന് ശേഷം മാർക്കറ്റ് റൺ ഓൺ ലിക്വിഡിറ്റിയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ബോട്ടം വരുന്ന ആദ്യത്തെ ഫെയർ വാല്യൂ ഓഫർ ചെയ്തിരിക്കുന്ന ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മിറ്റിഗേഷൻ ബ്ലോക്ക് ഓർ ഓർഡർ ബ്ലോക്ക് ഓർ ബ്രേക്കർ ബ്ലോക്ക്. കൺസെപ്റ്റ് ഈസ് ക്ലിയർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടെ കേട്ടാൽ മതി, അപ്പം കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും. സോ അഗെയിൻ നമ്മളുടെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ സിംബോളിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ സീക്കിംഗ് ലിക്വിഡിറ്റി എന്താണ് ആൻഡ് റൺ ഓൺ ലിക്വിഡിറ്റി എന്താണ് എന്ന് നമുക്ക് സ്കീമാറ്റിക്കിൽ സിമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ, ഈ ഒരു ഡയഗ്രാമിൽ എന്താണ് മനസ്സിലാകുന്നത്? സോ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തു, സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? വെൻ ഇവിടെ ഫെയർ വാല്യൂ ഓഫർ ചെയ്യാത്ത ഏരിയ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് വന്നപ്പോൾ ഈ ഒരു ഏരിയ മാത്രം ഉണ്ടായിരുന്നല്ലോ. പ്രൈസ് അതിനുശേഷം താഴോട്ട് വരുമ്പോഴത്തേനും ഇവിടെ വരെ വന്നു കഴിയുമ്പോഴത്തേനും ഫെയർ വാല്യൂ ഓഫർ ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഫെയർ വാല്യൂ ഓഫർ ചെയ്തതിന് ശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് ഡീപ്പായിട്ട് പുൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് സ്വീക്കിംഗ് ലിക്വിഡിറ്റി. നമ്മൾ ഈ സീക്കിംഗ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഇറ്റ് വിൽ സീക്ക് ദ ലിക്വിഡിറ്റി? ഇറ്റ് വിൽ ഓൾവേസ്, നമ്മൾ ലിക്വിഡിറ്റി ഇൻ ടേംസിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ പോയിന്റ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് സ്വിംഗ് ലോസ് ഓർ സ്വിംഗ് ഹൈസ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സോ സ്വീക്കിംഗ് ലിക്വിഡിറ്റി ഇൻ ടേംസ് ഓഫ് ഇറ്റ് ഈസ് ടാർഗറ്റിംഗ് ദ സ്വിംഗ് ലോയിലേക്കാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ദ കൺസെപ്റ്റ് ഓഫ് സീക്കിംഗ് ലിക്വിഡിറ്റി. നൗ ഓഫറിംഗ് ഫെയർ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ എന്താണ്? പ്രൈസ് ഹാസ് ഓഫേർഡ് ഫെയർ വാല്യൂ, ദെൻ ഇറ്റ് ഈസ് വൺ സൈഡിലേക്ക് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. എഗെയിൻ പ്രൈസ് ഈസ് കമ്മിങ് ബാക്ക്, ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ അല്ലേ? ആ ഒറിജിനൽ പൊസിഷനിലേക്ക് നമുക്ക് പ്രൈസ് വരുന്നില്ല, വേറെ ഇറ്റ് ഈസ് അഗെയിൻ ഹെഡിങ് അപ്പ് സൈഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ഫെയർ വാല്യൂ ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഓഫറിംഗ് ഫെയർ വാല്യൂ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ആഫ്റ്റർ ഓഫറിംഗ് ഫെയർ വാല്യൂ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സീക്കിംഗ് ലിക്വിഡിറ്റി, ദെൻ ഇറ്റ് ഈസ് അഗെയിൻ ടാർഗറ്റിംഗ് ദ റൺ ഓൺ ലിക്വിഡിറ്റി. ക്ലിയർ? സോ റൺ ഓൺ ലിക്വിഡിറ്റി where it is offered fair value but it is not targeting the seeking the liquidity,
then it is called run on liquidity, because മാർക്കറ്റ് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് അല്ലേ പോകത്തുള്ളൂ അതിൻ്റെ. അപ്പോൾ അതാണ് അതിനകത്തെ കാര്യം. ബട്ട് നമ്മളിവിടെ ഒരു ഏരിയയും കൂടെ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, മിറ്റിഗേഷൻ ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക് ഓർ ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത്. വെൻ പ്രൈസ് ഓഫേർഡ്, ഇതിൻ്റെ നമ്മളുടെ പ്രൈസിന് ഫെയർ വാല്യൂ ഓഫർ ചെയ്തതിന് ശേഷം പ്രൈസ് താഴേക്ക് വരുന്നില്ലെങ്കിൽ, അതായത് ഈ ഒരു ലിക്വിഡിറ്റി സീക്കിങ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ ഈ ഒരു ഏരിയയിൽ പറയുന്ന പേരാണ് ബ്രേക്കർ ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക് ഓർ മിറ്റിഗേഷൻ ബ്ലോക്ക്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിനകത്ത് നമുക്കിതെങ്ങനെ ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, അധികം വീഡിയോ നീട്ടിക്കൊണ്ട് പോകാതെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്ങനെയാണ് നമുക്ക് എൻട്രി സൈഡിലേക്ക് നമുക്ക് നോക്കുന്നത്. അപ്പോൾ എൻട്രി സൈഡിലേക്ക് നോക്കുന്നതിന് മുമ്പേ നമ്മളിപ്പം ഒരു റേഞ്ച് കണ്ടുപിടിക്കുന്നത്. സോ നമ്മളുടെ 1 hour ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കി നിൽക്കുന്നത് അല്ലേ. നമ്മളുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 hour. 1 hour നമ്മൾ നോക്കുമ്പം നമുക്കിവിടെ ഒരു ക്ലിയർ ഡെഫിനിഷൻ ഓഫ് റേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതൊരു ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, ദിസ് ലോ ഹാസ് ക്രിയേറ്റഡ് ദിസ് ഹൈ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ദിസ് ഈസ് എ ട്രേഡിംഗ് റേഞ്ച് വിത്ത് റെസ്പെക്ട് ടു 1 hour. അപ്പം ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ട്. അതിനകത്ത് നമ്മൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഇതെല്ലാം നോക്കാൻ പറ്റും. പക്ഷേ അതും സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ നമ്മൾ വളരെ പെർഫെക്റ്റായി മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മൈനർ ടൈം ഫ്രെയിമിലേക്ക് പ്രൈസ് റിട്രേസ്മെൻറ്റ് ഈ ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കൺസെപ്റ്റും കൂടെ ക്ലബ് ചെയ്യുമ്പോഴത്തേനും യു സി വൺ മോർ കോൺഫ്ലുവൻസ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യത്തോടു കൂടി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൺസെപ്റ്റുകളെല്ലാം പഠിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. സോ നമ്മൾക്ക് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്താണ് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ചു, റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു അല്ലേ. റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിനകത്ത് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ സംഭവം ഇതുണ്ടോ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു റേഞ്ചിനകത്തോട്ട് 1 hourൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി പ്രൈസ് വന്ന് റിട്രേസ് ചെയ്ത് ആ ഒരു ഫെയർ വാല്യൂ ഫില്ലപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിക്കോസ് ഇറ്റ് ഈസ് സീക്കിംഗ് ദ ലിക്വിഡിറ്റി. അതാണ് കൺസെപ്റ്റ്. സീക്കിംഗ് ദ ലിക്വിഡിറ്റി ഇൻ ദ സെൻസ് ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സീക്കിംഗ് ദ ലിക്വിഡിറ്റി ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. മനസ്സിലായോ? അപ്പോൾ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് വിച്ച് വിൽ ബി ഫിൽഡ് ഇൻ എ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റ്, എനി ഹൗ ഇറ്റ് വിൽ ബി ഫിൽഡ്. ബിക്കോസ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ അത് ഫില്ല് ചെയ്തിരിക്കും. സോ അങ്ങനെയാണ് ഈ ഏരിയ ഫില്ല് ചെയ്ത് പോകുന്നത്. സോ അതിനുശേഷം പ്രൈസ് എന്ത് സംഭവിച്ചു നോക്കിയേ, സി ആ ഏരിയ കംപ്ലീറ്റ്ലി ഫിൽഡായി. അപ്പോൾ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ ഈ ഏരിയ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ യു നോ ദാറ്റ് ദിസ് ഈസ് അവർ ടാർഗറ്റ് റേഞ്ച് എന്ന് നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടി അല്ലേ. ടാർഗറ്റ് ആ ഏരിയയിലേക്ക് വരുമ്പോഴത്തേനും നമ്മളുടെ ടാർഗറ്റ് ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. ബിക്കോസ് നമ്മൾ ഈ പർട്ടിക്കുലർ ഏരിയ ഈ 1, 2, 3 ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം അതിന് ബിറ്റ്വീൻ വരുന്ന ഗ്യാപ്പാണ് നമ്മൾ നോക്കുന്നത്. വേർ ഇസ് ഏരിയ ഈസ് ബിലോ ദ സ്വിംഗ് ലോസ് അല്ലേ. അപ്പോൾ ആ ഏരിയയിൽ പ്രൈസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് റിട്രേസ്മെൻറ്റ് വന്ന് ആ ഒരു ഏരിയ തിരിച്ച് കവർ ചെയ്തിരിക്കും. സോ 10 മിനിറ്റിൻ്റെ ചാർട്ടിലേക്ക് നമ്മൾ നോക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ കിട്ടുമെന്ന് നോക്കാം. ബിക്കോസ് ഇത് 25,000 ബാറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പം സി ആ ഒരു ഏരിയ നമ്മൾ 1 hourൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സി സം സോർട്ട് ഓഫ് പ്രൈസ് ആക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. സി പ്രൈസ് ഈസ് ക്രിയേറ്റിംഗ് എ ഹൈ, ലോ, ഹൈ is taken, low is taken, liquidity number sequential order flow 2. ദെൻ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഈ ഏരിയ കവർ ചെയ്യും പ്രൈസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ആ പർട്ടിക്കുലർ ഡേയിൽ ഈവൻ വെൻ ദിസ് ഈ പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വെൻ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് ട്രേഡ് യു വിൽ ബി എക്സിറ്റിംഗ് ഹിയർ സംവെയർ അല്ലേ. ഈ ഒരു സി ഇവിടെ തന്നെ നമുക്ക് പ്രൈസ് അവിടെ വന്നു കഴിഞ്ഞു, 315 പോയിൻറ്റോളം അവിടെ വന്നു കഴിഞ്ഞു കണ്ടോ. അപ്പം അതിൻ്റെ റിട്രേസ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെരി ഹൈ മൊമെൻറ്റമാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഏരിയയിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ട്രേഡ്സ് നമുക്ക് ഫോർമേഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടുത്തെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഫെയർ വാല്യൂ ഓഫർ ചെയ്യാത്ത ആ ഒരു ഗ്യാപ്പ് 3 കൺസിക്യൂട്ടീവ് 1 hour ക്യാൻഡിൽസ് വന്ന് ഫോം ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഏരിയ ഫോം ചെയ്തിട്ട് അതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് നമ്മൾ മാർക്കറ്റിൽ നോക്കി ഇരുന്ന് ചെയ്യേണ്ട. മാർക്കറ്റ് ഒരു റേഞ്ച് വിട്ട് മാർക്കറ്റ് ഒരു എക്സ്ട്രീം വോളറ്റാലിറ്റി കാണിക്കുന്ന ഏരിയയിൽ പ്രൈസ് റിട്രേസ് ചെയ്യുമ്പം 3 hours മാർക്കറ്റിനകത്ത് വന്നിരിക്കുന്ന മൂവ്മെൻറ്റ് വിൽ ബി സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിന് ദാറ്റ് വിൽ ബി ക്ലിയർഡ് ഔട്ട്. മനസ്സിലായോ? മേ ബി ആ സെയിം ഡേയിലായിരിക്കാം, മേ ബി നെക്സ്റ്റ് ഡേയിലായിരിക്കാം പ്രൈസ് ഗ്യാപ്പ് ഫോം ചെയ്യുന്നുണ്ടോ. സോ ദിസ് ഈസ് പർപ്പസ്ഫുൾ സെറ്റപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ച് ക്രിയേറ്റഡ് പർപ്പസ്ഫുള്ളി, അത് മനസ്സിലാക്കിയിരിക്കുക. അല്ലാതെ ദിസ് ഈസ് നോട്ട് എ റാൻഡം മൂവ്മെൻറ്റ്. സി റാൻഡം മൂവ്മെൻറ്റ്, മാർക്കറ്റിൽ റാൻഡം മൂവ്മെൻറ്റ് ആകുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിൽ റാൻഡം മൂവ്മെൻറ്റ് ആകുന്നത് ഇഫ് യു ഡോണ്ട് ഹാവ് എ കണ്ടക്ച്വൽ റെഫറൻസ് ഇറ്റ് ഈസ് ഓൾ ദ മൂവ്മെൻറ്റ്സ് ആർ റാൻഡം മൂവ്മെൻറ്റ് ഫോർ യു.
മനസ്സിലായോ? ബട്ട് ഇഫ് യു ഹാവ് എ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ മാർക്കറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ റാൻഡം മൂവ്മെൻറ്റ്, ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ ഡീലിംഗ് റേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്? കിട്ടിയില്ല കാര്യം. അപ്പം നൗ ലെറ്റ്സ് കം ബാക്ക് ടു 1 hour അഗെയിൻ. ഇവിടെ 1 hourലേക്ക് തന്നെ തിരിച്ചു വരുന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് വീണ്ടും എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാം. പ്രൈസ് വീണ്ടും താഴേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ എഗെയിൻ അവർ റേഞ്ച് എന്ന് പറയുന്നത് ഇതായിരുന്നു, നമുക്ക് ആ ഏറ്റവും വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് അല്ലേ? ആ ലോയുടെ താഴെ വീണ്ടും പ്രൈസ് ട്രേഡ് ചെയ്യുമ്പം സബ്സീക്വൻ്റ്ലി 3 ക്യാൻഡിൽസ് നമുക്കിവിടെ ഇത് വേണം വന്നിട്ടുണ്ട്. വൺ ആഫ്റ്റർ അനദർ ഇത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡു യു ഹാവ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്? ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി കാണുമ്പോൾ ദിസ് ഏരിയ വിൽ ബി ക്ലിയർഡ് ഔട്ട് ഇൻ എ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റ് ഫോർ ഷുവർ 100%. നോ ഹൗ ഇറ്റ് ക്യാൻ ബി ട്രാക്ട്? നോ 5 minutes എടുക്കാം. നമുക്ക് ഇവിടെ 1 minute എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്കിവിടെ 1 minute എടുക്കുമ്പം ഇറ്റ് ഈസ് ഷോയിങ് എറർ മെസ്സേജ്. 1 minute കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു ഏരിയ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി പ്രകാരം നമുക്ക് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. നെക്സ്റ്റ് ഡേയിൽ പ്രൈസ് അതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് പോകുള്ളൂ. മനസ്സിലായോ? പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോ? സോ നമ്മൾ എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പിലും പോയി നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. സോ ആ ഒരു ഏരിയയിൽ കവർ ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. സോ വെൻ ദ പ്രൈസ് ഈസ് ഓപ്പണിംഗ് അറ്റ് എ ഹയർ പ്രൈസ്, യു നോ ദ നാരേറ്റീവ് അല്ലേ? പ്രൈസ് മോസ്റ്റ് പ്രോബബിളി പ്രൈസ് ഈ ഒരു ഏരിയയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കിവിടെ ഒരു ഷോർട്ട് എൻട്രിക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ ഹയർ പ്രൈസസിൽ പ്രൈസ് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡു യു ഹാവ് എ കണ്ടക്ച്വൽ റെഫറൻസ് ഓഫ് ഷോർട്ടിംഗ് ദ മാർക്കറ്റ്? നോ. ദെൻ ഹൗ ക്യാൻ യു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്? അപ്പോൾ നമ്മൾ അതിനുശേഷം എൻ്റർ ചെയ്തതിന് ശേഷം പ്രൈസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ 2 പ്രാവശ്യം മൂവ് ചെയ്യുന്ന കാണുമ്പോഴത്തേനും യു വിൽ ബി അഫ്രൈഡ് ആൻഡ് യു വിൽ ബി എക്സിറ്റിംഗ് ഫ്രം ദ ട്രേഡ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ കണ്ടക്ച്വൽ റെഫറൻസ്. സോ കണ്ടക്ച്വൽ റെഫറൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പിലും പോയിട്ട് എൻട്രി എടുക്കുക എന്നുള്ളതല്ല. മേജർ സ്വിംഗ് ലോസ് ആൻഡ് മേജർ സ്വിംഗ് ഹൈസ് ബേസ്ഡ് ഓൺ 1 hour പുൾ 1 hour സ്ട്രക്ചറിൻ്റെ അതിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന ഹൈയും ലോയും പിക്കുമ്പോഴാണ് അതിൻ്റെ പ്രൈസ് വാല്യുവേഷനിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിനകത്ത് ഫിറ്റ് ചെയ്ത് കയറി വരുന്നത് എന്ന് പറയുന്നത് അല്ലേ? ബിക്കോസ് പ്രൈസിൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? സോ നമ്മളിവിടെ ഒരു റേഞ്ച് വരച്ചു. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് 2 റേഞ്ച് വരച്ചു. ഈ റേഞ്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? സോ പ്രൈസ് വാല്യുവേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ വെൻ യു ആർ ഗെറ്റിംഗ് ഇൻ ബിറ്റ്വീൻ ഹിയർ ആൻഡ് ദെയർ ഇറ്റ്സ് എ റാൻഡം ആക്ടിവിറ്റി. ബിക്കോസ് റാൻഡം ആക്ടിവിറ്റി, അതർവൈസ് നമുക്ക് കണ്ടക്ച്വൽ റെഫറൻസ് വേണം. ഇവിടെ വോളിയത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസിൻ്റെ വാല്യുവേഷൻ ഡിസ്കൗണ്ടിങ് വിത്ത് റെസ്പെക്ട് ടു വോളിയം, ഫൈൻ. അപ്പം നമുക്ക് നമ്മളുടെ ചാനൽ പ്രകാരം നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിനകത്ത് 230ഓളം വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം പറയുന്നത് എന്താണ്? പ്രൈസിൻ്റെ വാല്യുവേഷനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റേഞ്ച് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് 1 hourൻ്റെ ഗ്യാപ്പിൽ ഒരു കൺസിസ്റ്റൻ്റ് അപ്വേർഡ് ട്രെൻഡ്, കൺസിസ്റ്റൻ്റ് ഡൗൺവേർഡ് ട്രെൻഡ് നടന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു റേഞ്ചിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇതിന് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ യു ആർ സ്റ്റാൻഡിങ് ഇൻ എ ഡിസ്കൗണ്ട് സോൺ. വെൻ ഇറ്റ് ഈസ് ട്രേഡിംഗ് എബോവ് ദിസ് സോൺ യു ആർ സ്റ്റാൻഡിങ് ഇൻ എ പ്രീമിയം സോൺ എന്ന് നമ്മൾ പറയുന്നത്. കറക്റ്റ് ആണല്ലോ? അപ്പം ഇവിടെ വീണ്ടും നമ്മൾ ബാക്ക് ടു ദ 1 hour. അപ്പം ഇവിടെ നമുക്ക് ഏത് സൈഡിലേക്ക് പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ, ഡേറ്റ അനലൈസ് ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ റേഞ്ച് ഇതാണ്, വീണ്ടും പ്രൈസ് വീണ്ടും അവിടെ വന്നു. സോ ദിസ് ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഓവർ. അവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും നോക്കുകയാണ് പ്രൈസ് എങ്ങോട്ട് പോകുന്നത് നോക്കുകയാണ്. സോ ഇവിടെ നിന്ന് പ്രൈസ് നേരെ ആ ഒരു റേഞ്ചിൽ നിന്ന് വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ 1 hourൻ്റെ ഇതിനകത്ത് ആകെപ്പാടെ ഇവിടെ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ അല്ലേ? സോ എഗെയിൻ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഫോർ അസ് ബിക്കോസ് ഇതൊരു നമ്മളെ സംബന്ധിച്ച് ഒരു ടാർഗറ്റ് ലെവൽ എന്ന് നമുക്ക് കറക്റ്റായിട്ട് കൂട്ടാൻ പറ്റും അല്ലേ? ടാർഗറ്റ് ലെവൽ. സോ നമ്മൾ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരമാണ് ഇത് നോക്കുന്നത്. ഇതൊരു ടാർഗറ്റ് ലെവലാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പം ഇതിന് ബോട്ടം പ്രൈസ് 420 പോയിൻറ്റോളം ഉണ്ട്. ഇതിന് ബോട്ടം പ്രൈസ് എപ്പോൾ ട്രേഡ് ചെയ്യുന്നോ ആ സമയത്ത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ, ലിറ്റിൽ സോങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, സം സോർട്ട് ഓഫ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്നതിന് ശേഷം. എന്തുകൊണ്ടാണ് പ്രൈസ് ആക്ഷനെ നമ്മൾ വിലമതിക്കുന്നത്? ബിക്കോസ് അവിടെ എന്തെങ്കിലും ഒരു സോർട്ട് ഓഫ് പ്രൈസ് ആക്ഷൻ കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ട്രേഡിലേക്ക് എൻട്രി ചെയ്യത്തുള്ളൂ. കാരണം ബിക്കോസ് it's all about artificial dealing ranges, it's all about price manipulation, and we will focus on price valuation. Understood? Price valuation with respect to the big player, you have a contextual narrative. പ്രൈസ് വാല്യുവേഷനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ആക്ടിവിറ്റി നമ്മൾ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് വി വിൽ വിൻ ഫോർ ദ ട്രേഡിംഗ്.
അപ്പോൾ നമ്മൾ ഒരു 10-25 പോയിന്റ് താഴോട്ട് പോകുമ്പോഴത്തേനും യു ഷുഡ് നോട്ട് ബി വറിയിങ്, ഫോക്കസ് ഓൺ ദ പ്രോസസ്. അവിടെ ആ പ്രൈസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ യു നീഡ് ടു ഹാവ് കോൺഫിഡൻസ് ഓൺ യുവർ സെറ്റപ്പ്. ദെൻ വാട്ട് ഷുഡ് യു ബി ഡൂയിങ്? നിങ്ങൾ എന്താണ് ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടത്? സെയിം ആക്ടിവിറ്റി, ഇപ്പം ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെയിം ആക്ടിവിറ്റി, വി വിൽ കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി. ഓക്കെ, റീപ്ലൈ അടിച്ചിട്ട് നമ്മൾ നോക്കുക വെദർ ഇറ്റ് ഈസ് ബിഹേവിങ് ഇൻ സച്ച് എ വേ. ആൻഡ് നമ്മൾ 10 പ്രാവശ്യം ട്രേഡ് ചെയ്യുമ്പം എത്ര പ്രാവശ്യം നമുക്ക് അതിനകത്ത് ടാർഗറ്റ് കിട്ടുന്നുണ്ട്? ദിസ് ഈസ് യുവർ കണ്ടക്ച്വൽ റെഫറൻസ്. ദിസ് ഈസ് ഹൗ യു നീഡ് ടു ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ്. നൗ ഓപ്പർച്യൂണിറ്റീസ് ആർ ഗെറ്റിംഗ് ക്ലിയറർ ഓർ നോട്ട്? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സംഭവത്തിനകത്ത് സെറ്റപ്പിനകത്തെ ബ്യൂട്ടി മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ദാറ്റ് ഈസ് മൈ മോട്ടിവേഷൻ ആൻഡ് ഐ വിൽ കീപ് യു പോസ്റ്റഡ് വിത്ത് എക്സലൻറ്റ് ട്രേഡ് സെറ്റപ്പ് ഫോർമേഷൻസ്. ഓൾ റൈറ്റ്, അപ്പോൾ കമൻറ്റ് എഴുതാൻ മറക്കരുത്. ചാനലും കണ്ടേച്ച് ഒന്നും മിണ്ടാതെ പോകരുത്. എന്തെങ്കിലും ഒരു ഇതൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ലൈക്ക് ബട്ടൺ അതിലൊന്ന് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് എഴുതുക, ഐ ലൈക്ക് ഈ ഒരു ലെക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും. ദാറ്റ് ഈസ് മൈ മോട്ടിവേഷൻ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അറിയുന്നത് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നൗ ലെറ്റ്സ് കണ്ടിന്യൂ. നൗ പ്രൈസ് വീണ്ടും സി ഹൗ ഇറ്റ് ഈസ് ഗോയിങ്. ആ ഒരു ഏരിയയിൽ പ്രൈസ് വളരെ ഹെവി മൊമെൻറ്റത്തിൽ വീണ്ടും ക്രോസ് ചെയ്ത് പോകുന്നു. വീണ്ടും പ്രൈസ് പോവാണ്. ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസ് ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് വീണ്ടും പോയി. സോ ലെറ്റ് us see വാട്ട് ഈസ് ഹാപ്പനിങ്. സോ നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. സോറി, നമ്മളുടെ ഈ ഒരു ഏരിയയിലത്തെ ട്രേഡ് കഴിഞ്ഞ് നമ്മളുടെ. സോ നമ്മൾ പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേനും സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്തെങ്കിലും വരുമ്പോഴത്തേനും ഇതിനകത്ത് മൈനർ ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ സം സോർട്ട് ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ്റെ ഫോർത്ത് ലെഗ് ഓർ ആഫ്റ്റർ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് എനി സോർട്ട് ഓഫ് പ്രൈസ് മാനിപ്പുലേഷൻ്റെ ലെഗ് ഉണ്ട്. 1 2 3 4 ദ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയ്ക്കകത്ത് 5 വരെയുണ്ട്. 5 ആണ് ദ ബെസ്റ്റ് ഫോം. പക്ഷേ 5 നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ടാർഗറ്റ് പോയിന്റ്സ് കാണുമ്പോൾ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്. അപ്പം ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രൈസ് ഇതിന് ബോട്ടം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയ്ക്ക് ബോട്ടം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രൈസ് മാനിപ്പുലേഷൻ കാണുമ്പോഴും അവിടെ നമ്മൾ ഫോർത്ത് ലെഗിലോ തേർഡ് ലെഗിലോ നമ്മൾ കയറി കഴിഞ്ഞാലും നോ പ്രോബ്ലം. മനസ്സിലായോ? യു വിൽ ഗെറ്റ് ദ ടാർഗറ്റ്. സോ പ്രൈസ് വീണ്ടും ഫാസ്റ്റായിട്ട് വിടാം, ഇപ്പം സമയം കുറയ്ക്കാം. അപ്പം പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഓക്കെ, നൗ സി ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു. സോ 1 ക്യാൻഡിൽ 2 ക്യാൻഡിൽ 3 ക്യാൻഡിൽ. സി നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഈ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വാട്ട് ആർ യു സീയിങ് ഹിയർ? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കറിയാം ദിസ് ഗ്യാപ്പ് വിൽ ബി ഫിൽഡ് ഇൻ എ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റ്. അപ്പം ഇതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മുകളിൽ കയറി നമ്മൾ പ്രൈസ് ഷോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇവിടം വരെ എത്ര വരും? 170ഓളം പോയിന്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ബോട്ടം വരെ 150ഓളം പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ ബോട്ടം വരെയുള്ള റേഞ്ച് എന്ന് പറയുന്നത്. ബിക്കോസ് ആ ട്രേഡ് നമ്മളുടെ ഈ ട്രേഡിംഗ് റേഞ്ചിന് എബോവ് ആണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ പ്രൈസ് അതിന് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് വരുന്നുണ്ടോയെന്ന് വീണ്ടും നമുക്ക് നോക്കാം. 5 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ഇതാണ് 5 മിനിറ്റിൻ്റെ സ്ട്രക്ചർ. 5 മിനിറ്റിൻ്റെ സ്ട്രക്ചർ വരുമ്പോഴത്തേനും സോ വാട്ട് ഈസ് ഹാപ്പനിങ്? സി ആ ഒരു ഏരിയ അതിന് മുകളിൽ നമ്മളുടെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് കൃത്യം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്ന് പ്രൈസ് ഹിറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കി. സോ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ എന്ത് പറ്റി? സി ആ രണ്ടാമത്തെ പ്രാവശ്യം ആ ഒരു ഏരിയയിൽ വന്നിട്ട് പ്രൈസ് ടാപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയ്ക്കകത്ത് നമ്മൾ നോക്കുന്നത് അതിന് മുകളിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഈ ക്യാൻഡിലിൻ്റെ മുകളിലാണെങ്കിൽ പോലും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇവിടം വരെ 129 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് നമുക്ക് ഏകദേശം ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന് മുകളിൽ പ്രൈസ് എത്രമാത്രം പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രൈസ് ആ ഒരു ഏരിയ 161 പോയിന്റ് മുകളിലോട്ട് പോയാലും 139 100 120 പോയിന്റോളം നമുക്ക് എന്താണെങ്കിലും 2 പ്രാവശ്യം ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈവൻ റോങ് ട്രേഡ് ആണെങ്കിൽ പോലും എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലൈവ് ട്രേഡ് സെനാരിയോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരുന്നു അല്ലേ? അപ്പം ആ നമ്മൾ സെല്ലിംഗ് പോയിന്റ് നമ്മൾ അങ്ങനെ കാണുമ്പോൾ എൻ്റെ ആ അന്നത്തെ പർട്ടിക്കുലർ ട്രേഡ് ഒരു റോങ് ട്രേഡ് ആയിരുന്നു എങ്കിൽ പോലും ഞാനത് മാനേജ് ചെയ്തത് സ്ട്രൈക്ക് പ്രൈസ് എല്ലാം സെലക്ട് ചെയ്ത് മാറ്റി അതിനെ ഞാനൊരു പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു ഒരു തരത്തിൽ. പക്ഷേ ഒന്നും കിട്ടിയില്ല, ജസ്റ്റ് ബ്രോക്കറേജ് കവർ ചെയ്യുന്ന ട്രേഡായി പോയി. പക്ഷേ നല്ലൊരു പ്രോഫിറ്റ് രാവിലെ ഉണ്ടായിരുന്നു, അതും കൂടെ പോയി. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് യു ആർ ഗെറ്റിംഗ് ഒരു നാരേറ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ട്രേഡിൻ്റെ ആ ഒരു ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത് യു ആർ ഗെറ്റിംഗ് എ നാരേറ്റീവ് ആൻഡ് അവിടെ പ്രൈസ് എക്സാക്ട്ലി ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പം ഇനി നമ്മൾ വീണ്ടും 1 അവറിൻ്റെ സ്ട്രക്ചറിലേക്ക് വീണ്ടും പോകുന്നു. ലെറ്റ് us കണ്ടിന്യൂ ദിസ് എക്സർസൈസ്. സോ ഇവിടെ വന്ന് പോവാണ്. അപ്പം ഇവിടെ വന്നിട്ട് പ്രൈസ് ഇത് കഴിഞ്ഞു. അപ്പം പ്രൈസ് ഇവിടെ വന്ന് റിട്രേസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മളുടെ ലെവൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബേസ് ലെവൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഈ ഹൈ ബ്രേക്ക് ചെയ്തേക്കുന്നത് വിച്ച് ലോ ഹാസ് ക്രിയേറ്റഡ് ദിസ് ഹൈ.
പ്രൈസ് ഇങ്ങനെ വന്ന് താഴെ വന്ന് ഇവിടെ ഇതാണ് ദിസ് ലോ ഒരു റിട്രേസ്മെൻറ്റ് ലോ ആണല്ലോ. അപ്പോൾ ഈ ലോയാണ് ഈ ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ബിക്കോസ് ഈ ഇവിടെ വെച്ച് വരുമ്പം ഈ ലോ അല്ലല്ലോ ഇത് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ദിസ് ലോ ഹാസ് ക്രിയേറ്റഡ് ദിസ് ഹൈ അല്ലേ. അപ്പോൾ പ്രൈസ് നമ്മുടെ റേഞ്ച് മുകളിലേക്ക് പോകുക. അപ്പോൾ ഇവിടം വരെ നമുക്ക് വരുന്നുണ്ടെന്ന് നോക്കാം. വീണ്ടും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം. സോ ഇവിടെ വരെ ബ്രേക്ക് ചെയ്തു. സോ അതിന് മുകളിൽ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. അപ്പോൾ എവിടം വരെ ബ്രേക്ക് ചെയ്തോ അവിടം വരെ നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഒപ്പം പോകുന്നു. സോ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സോ നൗ ക്ലിയർ ഫോർമേഷൻ ഓഫ് റേഞ്ച് ഇവിടം വരെ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മളെ സംബന്ധിച്ച് ഇത് രണ്ടുമാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. സോ നൗ ലെറ്റ് സി. ഇവിടം വരെ വന്നു. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സി ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, നൗ തേർഡ് ക്യാൻഡിൽ. സി ഫെയർ വാല്യൂ ഗ്യാപ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സി ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ ഇമ്മീഡിയറ്റ് വിത്ത് ബിഗ് ക്യാൻഡിൽ അത് എടുത്ത് കളഞ്ഞു. കണ്ടോ, ഇവിടെ ഈ ക്യാൻഡിൽ താഴോട്ട് വന്ന സമയത്ത് ഇത് ഫോം ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലേ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇതിന് ബോട്ടം ട്രേഡ് ചെയ്തു. ബോട്ടം ട്രേഡ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ അത് ക്ലിയർ ഔട്ട് ചെയ്ത് കളഞ്ഞു. സോ ദിസ് ഈസ് നോട്ട് എ റാൻഡം മൂവ്മെൻറ്റ്. അണ്ടർസ്റ്റുഡ്. അപ്പം നെക്സ്റ്റ് എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് അവിടെ നിന്ന് പോയി പ്രൈസ് വീണ്ടും റാൻഡം ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. സോ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ഒരു ഫെയർ നമ്മൾ ഒരു ക്ലിയർ ഡെഫിനിഷൻ ഓഫ് റേഞ്ചിനകത്ത് നിന്നുകൊണ്ടാണ് അതിന് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി നോക്കുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കാണിച്ചു തരാൻ പറ്റും മാർക്കറ്റിൽ. എങ്ങനെ നമ്മൾ അതിനെ നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതുപോലെ റീപ്ലൈ ബട്ടൺ അടിച്ചിട്ട് നോക്കുക വെദർ ഇറ്റ് വാസ് കറക്റ്റ് ഓർ നോട്ട്. എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം ചെയ്യുമ്പോൾ 6 പ്രാവശ്യം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ഇൻ ദ വിന്നിങ് സ്ട്രീക്ക്. ബിക്കോസ് ഇവിടെ നമ്മൾ സ്മോൾ ടാർഗറ്റ് അല്ല കിട്ടുന്നത്. യു ആർ ഗെറ്റിംഗ് 1:2 or 1:3 മിനിമം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ 2:4 2:6 ഒക്കെ നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റും. നമ്മൾ ആ നമ്മളുടെ എന്താ പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഇച്ചിരി കൂട്ടിയിടുകയാണെന്ന് വിചാരിച്ചോ, എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് വരും നമുക്കറിയാൻ പറ്റും മാർക്കറ്റ്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് വീണ്ടും പ്രൈസ് നമ്മളുടെ ഈ ഏരിയയിലേക്ക് വീണ്ടും വരുന്നു. അപ്പം ദിസ് വാസ് എ ലോ, ഈ ലോയാണ് അപ്പം മുമ്പേ വന്നിരിക്കുന്നല്ലോ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണം. സോ അത് ടച്ച് ചെയ്യുന്നില്ല, അത് പോവാണ് പിന്നെ. സോ പ്രൈസ് വീണ്ടും സി അഗെയിൻ പ്രൈസ് ഇവിടെ വന്നു. പ്രൈസ് ആ ലോ ബ്രേക്ക് ചെയ്തു, മേജർ ലോ ആണ്. സോ 1 അവറിൻ്റെ മേജർ ലോ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് ഇവിടെ കണ്ടോ, ഈ 3 ക്യാൻഡിൽസ് തമ്മിൽ നോക്കുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തേക്കുന്നുണ്ടോ. ആ ഗ്യാപ്പ് ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് കയറി ആ ഒരു ഗ്രീൻ ക്യാൻഡിലേക്ക് കയറി പോകുന്നുണ്ടോ. സോ ഈ ബോട്ടം ലൈൻ ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ ലുക്ക് അറ്റ് ദിസ് സ്ട്രക്ചർ. 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കാം. വി ആർ ഗെറ്റിംഗ് ഇറ്റ്. സോ 3 മിനിറ്റ് ആ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും എന്താണ് ഇവിടെ വരുന്നത്? നമുക്ക് അറിയാം ഇവിടെ ക്ലിയർ ടാർഗറ്റ് ഓൾറെഡി ഇവിടെ മിറ്റിഗേറ്റഡ്. സോ അഗെയിൻ നമ്മുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ ഇവിടെ നമുക്ക് എൻട്രി ഫോർമേഷൻ ഏകദേശം നമ്മൾ കാണുന്നുണ്ട്. നമ്പർ 2 ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ഏരിയയിൽ നമുക്കിവിടെ എൻട്രി ഫൈ ഈവൻ തന്നെ നമുക്കിവിടെ ചെറിയ ടാർഗറ്റ് ഈ ലൈനിലേക്ക് നമുക്ക് വരുന്നുണ്ട് മിറ്റിഗേഷന് വേണ്ടിയിട്ട് അല്ലേ. അതിന് മുകളിൽ കയറി ഇതിൻ്റെ ബോട്ടം ലൈൻ ഇവിടം വരെയും ക്രോസ് ചെയ്യുന്നുണ്ട്. സോ പ്രൈസ് ഡിസ്കൗണ്ടിങ് വിൽ ഹാപ്പൻ മൾട്ടിപ്പിൾ ടൈംസ് അല്ലേ. ഈവൻ ആ ഒരു ഏരിയ നമ്മൾ നോക്കുമ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നോക്കുന്ന ആ ഏരിയയിൽ പോലും അതിൻ്റെ ബോട്ടം ലൈൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ വന്ന് പ്രൈസ് വീണ്ടും മിറ്റിഗേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ എക്സ്ട്രീം കേസിൽ. ബട്ട് വി വിൽ ഫോക്കസ് ഓൺലി ഓൺ എ പ്യുവർ സെറ്റപ്പ്. ഒറ്റ പ്രാവശ്യം മിറ്റിഗേറ്റ് ചെയ്യുന്ന ഏരിയയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ യു ഇഗ്നോർ ദ സെറ്റപ്പ്, യു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് സെറ്റപ്പ് ടു പ്ലേ ഔട്ട്. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ നമുക്ക് അങ്ങനെ മൾട്ടിപ്പിൾ ലെവലിൽ നമുക്ക് മാർക്കറ്റിൽ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ക്യാൻ സി n നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇവിടെ എത്ര പോയിന്റിൻ്റെ ഡിഫറൻസ് ആണെന്ന് നോക്കി. ഈ ബോട്ടം ലൈൻ ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടെ വരെ വരുമ്പോഴത്തേന് 626 പോയിന്റിൻ്റെ മിറ്റിഗേഷനാണ് അവിടെ വന്നിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പം ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഡേറ്റ അനലൈസിസ് മാർക്കറ്റിൽ നോക്കിക്കഴിയുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഈസ് അവർ സെറ്റപ്പ് പ്ലേയിങ് ഔട്ട്. അണ്ടർസ്റ്റുഡ്? സോ നൗ അഗെയിൻ ഇത് വന്നു കഴിയുമ്പോഴത്തേനും 1 അവറിൻ്റെ സെറ്റപ്പ് ഇവിടെ പ്ലേ ഔട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര എണ്ണം കണ്ടു? 3 എണ്ണം 4 എണ്ണം കണ്ടു. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത്. സോ നൗ അഗെയിൻ ലെറ്റ് us play it out. So what happened? സോ അഗെയിൻ സെയിം തിങ്. ആ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ എന്ത് പറ്റി? ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ ഇവിടെ
ഈ 1, 2, 3 ക്യാൻഡിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ വന്നിരുന്നു അല്ലേ? ആ ഫെയർ വാല്യൂ വന്നിരുന്ന സമയത്ത് തന്നെ വാട്ട് ഈസ് ഹാപ്പനിങ്? 1, 2, 3 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏരിയ ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ എൻട്രി വരുന്നത്. സോ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എൻട്രി വരുന്നത് അല്ലേ? അപ്പം ഇവിടെയാണ് നമ്മളുടെ എൻട്രി പോയിന്റ് റെഫറൻസ് എന്ന് പറയുന്നത്, റൈറ്റ്? ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ എൻട്രി പോയിന്റ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ മിറ്റിഗേഷൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരെയുള്ളൂ മിറ്റിഗേഷൻ. അപ്പം ഈ ബോട്ടം ലൈൻ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഇടയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് കയറണം അല്ലേ? അപ്പോൾ നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് നോക്കാം എവിടെയാണ് കയറാൻ പറ്റുന്നത് നോക്കാം. അതിന് താഴെയാണെങ്കിലും കുഴപ്പമില്ല പറഞ്ഞത്. ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേനും ഇതാണ് ഈ ഒരു ഏരിയയാണ് ആ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ മിറ്റിഗേഷൻ വന്നിട്ടില്ലല്ലോ ഇവിടെ. അപ്പം നമ്മളുടെ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ. അപ്പം ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ട്രേഡ് കിട്ടുന്നില്ല. സോ ലീവ് ഇറ്റ്, നോ പ്രോബ്ലം. മനസ്സിലായോ? വീണ്ടും ആ പർട്ടിക്കുലർ ഏരിയയിൽ ഇതിന് നമുക്കൊരു കണ്ടക്ച്വൽ റെഫറൻസ് ഇല്ല. ഇവിടെ ഒന്ന് മിറ്റിഗേറ്റ് ചെയ്ത് വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു. അതിന് നമുക്ക് അങ്ങനെ ഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു ഗ്രീൻ ഇതിൽ നമുക്ക് പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് അവിടെ ഒരു ഫെയർ വാല്യൂ ഇവിടെ നമ്മൾ ആ മൂന്നാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ ഫെയർ വാല്യൂ ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നൗ ഇനി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേനും യു ഗെറ്റ് മോർ കോൺഫിഡൻസ് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഏരിയ വരുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ കോൺഫിഡൻസോട് കൂടി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ വിച്ച് ഹൈ ക്രിയേറ്റഡ് ദിസ് ലോ ഇതാണ്. അപ്പോൾ ദിസ് ഹൈ അല്ലേ, ദിസ് ഹൈ ഹാസ് ക്രിയേറ്റഡ് ഇതും വേണം കൂട്ടാം. ഇതല്ല ആക്ച്വലി, ഇതാണ് ദിസ് ഹൈ ഹാസ് ഇതെല്ലാം പുൾ ബാക്ക് ചെയ്ത് വന്ന് അവസാനം ഇവിടെ ഒന്ന് വരുന്നത്. അപ്പോൾ ദിസ് ഹൈ ആൻഡ് ദിസ് ഹൈ ഓക്കെ ക്രിയേറ്റഡ് ദിസ് ലോ. നൗ റേഞ്ച് ഇസ് ക്ലിയർ. നൗ എഗെയിൻ നമുക്ക് നോക്കാം. സോ അവിടെ വരെ ഉള്ളൂ മാർക്കറ്റ്, തീർന്നു. അപ്പോൾ നമ്മളിപ്പം 24 നവംബർ വരെ എത്തി നിൽക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇനി ബാക്കി വരുന്ന റേഞ്ചിലേക്ക് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ സെയിം സിറ്റുവേഷൻ നമുക്ക് ബാക്കി ഏത് റേഞ്ചിലേക്ക് വേണമെങ്കിലും നമുക്ക് 1 അവറിൻ്റെ ഇതെടുത്തിട്ട് വീണ്ടും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇനി ഞാനിത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം 1 അവർ 1.5 അവർ നമ്മുടെ ലെക്ചർ വളരെ നീണ്ടുപോകും. സോ യു വിൽ ബി ഗെറ്റിംഗ് ബോർഡ്. സെയിം തിങ് എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് പലരും കമൻസ് ഒക്കെ എഴുതുന്നുണ്ട്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഓരോരുത്തരെയും ഇത് കൺസെപ്റ്റ് തറവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താ പറയുന്നത്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടുവോ എന്ന് നമ്മൾ പറയാറില്ലേ? എന്ന് പറഞ്ഞത് തന്നെ യു ഹാവ് ടു ബി ഇൻ ഫയർ. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫ്രൂട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തീയിൽ കുരുത്ത് വേണം വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇരുന്ന് കുരുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ കുരുക്കത്തില്ല നമ്മൾ. അതാണ് അതിനകത്തെ കാര്യം. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ലെക്ചർ ടുഡേ. എല്ലാവരും കമൻസുകൾ എഴുതുക, കമൻസ് എഴുതാൻ മറക്കരുത്. കമൻസ് എഴുതുമ്പോഴാണ് പുതിയ വീഡിയോകൾ വരുന്നത്. ഓക്കെ, ഇഷ്ടം പോലെ കൺസെപ്റ്റുകളുണ്ട്, ഇഷ്ടം പോലെ ട്രേഡിംഗ് സെറ്റപ്പുകളുണ്ട്. ഐ വിൽ മേക്ക് യു എ പ്രൊഫഷണൽ ട്രേഡർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് അമേസിംഗ് ലെക്ചർ. എല്ലാവർക്കും നമ്മൾ വരട്ടെ ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.